8ാമത് രാഷ്ട്രീയ പോഷന്മാരുടെ ഭാഗമായിട്ടാണ് നാളിതുവരെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കി കഴിഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്കറിയാം ഈ വർഷത്തെ പോഷന്മാർക്ക് 6 തീമുകളാണുള്ളത്. ഈ 6 തീമുകളിൽ വളരെയധികം പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു തീമാണ് മെൻ സ്ട്രീമിംഗ് എന്നുള്ളത്. അതായത് പുരുഷന്മാരുടെ പങ്കാളിത്തം കൂടെ നമ്മളെ സേവനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം അംഗൻവാടി സേവനം കൂടുതൽ എത്തുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ പുരുഷന്മാരായിട്ടുള്ള അച്ഛന്മാരുണ്ടാവും, രക്ഷിതാക്കളുണ്ടാവും, ഇവരുടെ എല്ലാം തന്നെ പങ്കാളിത്തം നമ്മളുടെ പ്രവർത്തനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചുമതല നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ ഒരിക്കൽ ചെയ്തതാണ് അച്ഛനും അറിയണം ആദ്യത്തെ 1000 ദിനം എന്നുള്ള പ്രവർത്തനം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതാണ്. ഒന്നുകൂടെ നമ്മൾ മെൻ സ്ട്രീമിംഗ് തീമായി എടുത്തുകൊണ്ട് അടുത്ത പ്രവർത്തനം നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതായത് നാളെ തിങ്കളാഴ്ച നമ്മൾ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മെൻ സ്ട്രീമിംഗ് എന്ന തീമിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നാളെ നടത്തേണ്ടത്. ഏറ്റവും ചെറിയ രീതിയിൽ ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നാളെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം നമ്മളുടെ ജോലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭവന സന്ദർശനം എന്നുള്ളത്. ടാർഗറ്റ് ചെയ്ത മുഴുവൻ ഗുണഭോക്താക്കളുടെയും വീടുകളിലേക്ക് സന്ദർശനം നടത്തേണ്ട ടൈമും ഒക്കെ തന്നെ പോഷൻ ട്രാക്കറിലൂടെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരും. അതിൽ നിങ്ങൾ കൃത്യമായി ഭവന സന്ദർശനം നടത്തി മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടും പറയാനുള്ളത്. കൃത്യമായിട്ടുള്ള മാർക്കിംഗ് സംവിധാനം വന്നു കഴിഞ്ഞാൽ മാത്രമാണ്, അതായത് 60% കൂടുതൽ വിസിറ്റുകൾ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവിന് കൂടെ അർഹത നേടുകയുള്ളൂ എന്നുള്ളത് കൂടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ നാളത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, അതായത് തിങ്കളാഴ്ച അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തേണ്ടത് ഭവന സന്ദർശനമാണ്. ആ ഭവന സന്ദർശനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രക്ഷിതാക്കളായിട്ടുള്ള നമ്മളെ പുരുഷന്മാരെയാണ് അല്ലെങ്കിൽ അച്ഛന്മാരെയാണ് നമ്മൾ കൂടുതലായിട്ട് നാളെ ഭവന സന്ദർശനത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ഭവന സന്ദർശനം നടത്തുന്ന സമയം നമ്മളെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് ഒരു പിതാവിൻ്റെ സ്നേഹവും സാന്നിധ്യവും കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ശക്തമായിട്ടുള്ള ഘടകമാണ് എന്നുള്ളതും, മാതാവിനൊപ്പം പിതാവും വളർച്ചയുടെയും വികസനത്തിൻ്റെയും സമുദലിതമായ തൂണുകളായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ വളർച്ച പൂർണ്ണമാവുന്നത് എന്നുള്ള ആ ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാളെ നമ്മൾ അച്ഛന്മാരെ അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കളെ നമ്മൾ നേരിട്ട് കാണേണ്ടത്. അങ്ങനെ നേരിൽ കണ്ട ശേഷം നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് അവരിലൂടെ ചർച്ച ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയേണ്ടത് എന്നുള്ളതൊക്കെ ടീച്ചേഴ്സ് മനസ്സിലാക്കുക. അതിനുശേഷം അവരുമായിട്ട് സംവദിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച നടത്തുക. കുട്ടിയുടെ വളർച്ചാ പുരോഗതി, പോഷകാഹാര പുരോഗതി ഒക്കെ വിലയിരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നാളത്തെ ഭവന സന്ദർശനം അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടിയുടെ വളർച്ചയിലും സമഗ്ര വികസനത്തിലും പിതാക്കന്മാരുടെ പങ്കാളിത്തം അത്യന്തം പ്രധാനമാണ് എന്നുള്ളത് കൃത്യമായി ബോധവൽക്കരിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ അവരുടെ മാനസിക വളർച്ച, സാമൂഹിക വളർച്ച, ബുദ്ധിശക്തിയുടെ വികസനം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ഉണർത്തേണ്ടതുണ്ട്. ശാരീരികമായിട്ടുള്ള വളർച്ച, മൂല്യബോധവും ശീലങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഞങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് വിശദീകരിച്ച് തന്നെ ഞാൻ നോട്ട്സായിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി റെഫർ ചെയ്തിട്ടായിരിക്കണം നാളത്തെ ഭവന സന്ദർശനം ആരംഭിക്കേണ്ടത്. അപ്പോൾ പിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് എന്നുകൂടെ ടീച്ചർമാർ പറഞ്ഞു വെക്കണം. കുട്ടികളോടൊപ്പം ദിനം പ്രതി സമയം ചെലവഴിക്കുക, സ്കൂൾ അംഗൻവാടി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക, കുട്ടികളുടെ വിജയങ്ങളെല്ലാം തന്നെ അച്ഛന്മാരെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കണം. പരാജയങ്ങൾ സഹിഷ്ണുതയോടുകൂടെ കൈകാര്യം ചെയ്യുക, കുട്ടികളുമായി സംവദിക്കുക, അവരുടെ അഭിപ്രായം കേൾക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടീച്ചർമാർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തുകൊണ്ടായിരിക്കണം നാളത്തെ ഭവന സന്ദർശനം പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിയിച്ചതാണ്. ഒപ്പം തന്നെ കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നാളെ അച്ഛന്മാരോട് സംസാരിക്കുമ്പോഴും രക്ഷിതാക്കളോടൊക്കെ തന്നെ ഇരുന്ന് ടീച്ചർമാർ ചർച്ച നടത്തുമ്പോഴൊക്കെ തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ എന്നത് പിതാവിൻ്റെ സ്നേഹവും സാന്നിധ്യവും കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മാനസികവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, അത് സാമൂഹ്യ വളർച്ചയെ എങ്ങനെ ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതും, കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള വളർച്ച, മൂല്യബോധവും ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കാൻ വേണ്ടി പിതാക്കന്മാരുടെ ഇടപെടലുകൾ എന്തൊക്കെയാണ്, പിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അന്ന് ഭവന സന്ദർശനം നടത്താൻ. പിതാവിൻ്റെ സാന്നിധ്യവും സ്നേഹവും കുട്ടിയുടെ വളർച്ചയുടെയും വ്യക്തിത്വ വികസനത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. മാതാവും പിതാവും ഒരേപോലെ കുട്ടിയുടെ വളർച്ചയിൽ പങ്കാളിയായാൽ മാത്രമാണ്
കുട്ടിയുടെ സമഗ്ര വളർച്ചയ്ക്ക് ഇതെല്ലാം കാരണമാവുകയുള്ളൂ എന്നുള്ളത് കൂടെ പറഞ്ഞു വെച്ചുകൊണ്ടായിരിക്കണം നാളെ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരാൻ. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജനന്തോളം ഡാഷ്ബോർഡ് ഉണ്ട്, ആ ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ ഭവന സന്ദർശനം നടത്തുന്നതും അച്ഛന്മാരോട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ രക്ഷിതാക്കളോട് സംസാരിക്കുന്ന ഫോട്ടോ എടുത്ത് തരാൻ പറയുക. ഫോട്ടോ എടുത്തതിന് ശേഷം കൃത്യമായി നിങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തണം. നിങ്ങളുടെ സഹായത്തിന് നിങ്ങളൊപ്പം ഹെൽപ്പറും ഉണ്ടാവും. ഹെൽപ്പറുടെ സഹായത്തോടു കൂടിയുള്ള ഫോട്ടോ എടുത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തിയിട്ട് വേണം നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് ഏത് തീമിലും ആക്ടിവിറ്റിയിലുമാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി തുടർന്ന് കാണുക.
നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അത് കൃത്യമായി ഈ ഭാഗത്ത് യൂസർ നെയിം എന്ന് കാണുന്നവിടെ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് യൂസർ നെയിമിൽ കൊടുത്ത അതേ തന്നെയാണ്, മാറ്റമില്ല. അത് കൊടുത്തതിന് ശേഷം താഴെ ലോഗിൻ എന്ന് കാണുന്ന ഈ നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എത്തും. ഈ ഭാഗത്താണ് നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് രേഖപ്പെടുത്തുന്നത്. ഇതിൽ ഗ്രൂപ്പ് എന്ന് കാണും, അത് പോഷന്മ എന്ന് തന്നെയാണ്, അതിനകത്തേക്ക് മാറ്റമില്ല. അതിനുശേഷം തീമാണ്. നമുക്കറിയാം ഈ വർഷത്തെ രാഷ്ട്രീയ പോഷന്മയിൽ 6 തീമുകളാണുള്ളത്. 6 തീമുകളിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രവർത്തനം നടത്തിയത് മെൻ സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് പുരുഷന്മാരുടെ പങ്കാളിത്തമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതിൽ മെൻ സ്ട്രീമിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓർഗനൈസർ എന്ന് കാണും, അത് MOWNCD തന്നെയാണ്. അതായത് നമ്മളുടെ മന്ത്രാലയം തന്നെയാണ് നമ്മളെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അതിനുശേഷം ലെവൽ എന്ന് കാണും, അവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് എന്നായിരിക്കും കാണാൻ കഴിയുക. അവിടെ ക്ലിക്ക് ചെയ്ത് AWC എന്ന് കാണും, അത് സെലക്ട് ചെയ്തെടുക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു കോളം കൂടി ആഡായി വരും. അവിടെ AWC എന്ന് കാണും. സെലക്ട് AWC എന്ന് കാണുന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റും അവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ നിന്ന് നിങ്ങളുടെ സെൻറ്റർ കൃത്യമായി തിരഞ്ഞെടുത്തെടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റി ആയിരിക്കും കാണുക. ആ ആക്ടിവിറ്റി നമുക്കറിയാം ഈ തീമിൻ്റെ കീഴിൽ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. നമുക്ക് ഈ ആക്ടിവിറ്റികൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് നിങ്ങൾ ഏത് പ്രവർത്തനമാണോ നടത്തിയത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം ആക്ടിവിറ്റി ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തീമിൻ്റെ ഭാഗമായി വരുന്ന ആക്ടിവിറ്റികളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാത്തിനും പുരുഷ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഭവന സന്ദർശനമാണല്ലോ. അപ്പോൾ ഹോം വിസിറ്റ് എന്ന് കാണുന്നത് 2 തരത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നുള്ളത് ഹോം വിസിറ്റ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികാസത്തിനും അവരുടെ വളർച്ചയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ ആദ്യം കാണുന്ന ഹോം വിസിറ്റ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ എന്ന് കാണുന്നത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അല്ല രണ്ടാമതാണ് എന്നുണ്ടെങ്കിൽ ഹോം വിസിറ്റ് ടു പ്രഗ്നൻറ്റ് വുമൻ, അതായത് ഗർഭിണികളുടെ കാര്യമായി സംസാരിക്കാനൊക്കെയാണ് നിങ്ങൾ അവരുടെ ഭർത്താക്കന്മാരോട് സംസാരിച്ചതെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫാദർ അതായത് പിതാക്കളുമായിട്ട് നിങ്ങളെ ചർച്ച ചെയ്യുന്നത് ഏത് കാര്യങ്ങളാണോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റികളായിട്ട് ഈ ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ഹോം വിസിറ്റ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ എന്ന് കാണുന്ന ഈ ഓപ്ഷനാണ്. ഇതാണ് ആദ്യ എൻട്രി കൊടുക്കുന്നത്. തുടർന്നുള്ള ബാക്കി 4 എൻട്രികളും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഈ ആക്ടിവിറ്റി ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവൻറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഡേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഓപ്പൺ ആയി വരും. ഈ കലണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് നമ്മൾ നാളെ 13 തിങ്കളാഴ്ച, ആ 13 എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. തുടർന്ന് ബാക്കപ്പായിട്ട് 4 ഡേറ്റുകൾ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് കാണും. ഇത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ ആക്ടിവിറ്റി ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ആ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ഇന്നും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നൊരു അവസരമുണ്ട്. അപ്പോൾ പെൻഡിങ് ഉള്ളവരുണ്ടെങ്കിൽ അതും കൂടെ പൂർത്തിയാക്കാനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡേറ്റ് 13 തിരഞ്ഞെടുത്തു. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളത്. നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കണം എന്നുള്ളത് തുടക്കം തന്നെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഓരോ പരിപാടിക്കും അനുസൃതമായിട്ടുള്ള ഗുണഭോക്താക്കളെയാണ് നിങ്ങൾ പങ്കെടുപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 2 or 3 ഹോം വിസിറ്റൊക്കെ ഒരു ദിവസം ടീച്ചർ നടത്തിയിട്ടുണ്ടാവും. അതിൽ എത്ര പുരുഷന്മാരെയാണ് കണ്ടത് എന്നുള്ളത് കൃത്യമായി ഇവിടെ അഡൽട്ട് എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് പിതാക്കന്മാരെ എത്ര പേരെ കണ്ടു എന്നുള്ളതാണ്. അത് മെയിൽ എത്ര ഫീമെയിൽ എത്ര എന്നുള്ളത്. അപ്പോൾ കാണുന്ന സമയം അച്ഛന്മാരും പങ്കെടുത്തിട്ടുണ്ടാവും, കുട്ടികളുടെ അമ്മമാരും ഉണ്ടാവും. അപ്പോൾ മെയിൽ അച്ഛന്മാരുടെ എണ്ണം കൊടുക്കുക, ഫീമെയിൽ എത്രയാണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ കണ്ടതും ആശയവിനിമയം നടത്തിയ ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത്. കുട്ടികൾ എത്ര പേരെ കണ്ടു, എത്ര പേരെ ഇതിലേക്ക് പങ്കാളികളായി എന്നുള്ളത് ആൺകുട്ടികൾ പെൺകുട്ടികൾ വേർതിരിച്ച് തന്നെ കൊടുക്കണം. ഒപ്പം തന്നെ AG കുട്ടികളുടെ വിവരങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. ആ വീട്ടിൽ AG കുട്ടികളുണ്ട്, ആ കുട്ടിയുടെ വിവരങ്ങൾ കൂടി ടീച്ചർ അന്ന് തിരക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പാർട്ടിസിപ്പേഷൻ കൂടെ ഇവിടെ രേഖപ്പെടുത്താൻ കഴിയും. ഇത്തരത്തിൽ പാർട്ടിസിപ്പേഷൻ ഫോം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരിക അവിടെ അപ്ലോഡ് ഫോട്ടോ എന്ന് കാണുന്ന സെഷനാണ് വരിക. ഞാൻ നേരത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞു വെച്ചു, നിങ്ങൾ അംഗൻവാടി ഹോം വിസിറ്റ് നടത്തുമ്പോൾ നിങ്ങൾ ഹെൽപ്പറും കൂടെ ഉണ്ടാവും. അപ്പോൾ ഹെൽപ്പർ സഹായത്തോടുകൂടി നിങ്ങൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ രക്ഷിതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതൊക്കെ ഫോട്ടോ എടുത്തതുണ്ടാവും. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ്ഡ് ആയിരിക്കും. അതാണ് ഇവിടെ ആക്ടിവിറ്റിയുടെ ഫോട്ടോ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ടീച്ചർ രക്ഷിതാക്കളോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ കുട്ടിയോട് സംസാരിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ ഇവിടെ കൊളേഷ് ആക്കിയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോ ആയിട്ട് 5 എൻട്രി ആയിട്ട് രേഖപ്പെടുത്താം.
ഓർക്കുക, 2 MB കൂടാൻ പാടുള്ളതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ. നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, ഒരുപാട് ടീച്ചേഴ്സിന് ഇത്തരത്തിൽ എല്ലാം പൂർത്തിയാക്കി ഫോട്ടോ അപ്ലോഡ് ആകുന്ന സമയം സബ്മിറ്റ് ആവാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം നമ്മൾ ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നത്. കൃത്യമായി 2 MB താഴെയുള്ളതായിരിക്കണം, PNG JPG ഫോർമാറ്റ് ആയിരിക്കണം. നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, ഇതെല്ലാ ഫോട്ടോസും വീഡിയോസ് ആയിട്ട് ടീച്ചർമാർ ഇടാറുണ്ട്. ആ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ആവില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അത് കംപ്ലീറ്റ്ലി പൂർത്തീകരിച്ചതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഹോം വിസിറ്റ് എന്ന് മാത്രം അവിടെ കൊടുത്താൽ മതി, വേറെ ഒന്നും അവിടെ കൊടുക്കണമെന്നില്ല. ഭവന സന്ദർശനം അല്ലെങ്കിൽ ഹോം വിസിറ്റ് എന്ന് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ കാണും. ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കാൻ. അങ്ങനെ ബാക്കിയുള്ള 4 എൻട്രികൾ കൂടി നിങ്ങൾക്കിന്ന് പൂർത്തിയാക്കാൻ സാധിക്കും. കൃത്യമായ തീമും ആക്ടിവിറ്റികളും മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പെൻഡിംഗ് ഉള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ വിട്ടുപോയവരുണ്ടെങ്കിൽ അതെല്ലാം നടത്തി കൃത്യമായി ബാക്ക് ഡേറ്റ് 4 ദിവസമുണ്ട്. അതെല്ലാം നിങ്ങൾ ആ ഡേറ്റ് കൃത്യമായി സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും അപ്ഡേറ്റ് ചെയ്ത് പൂർത്തിയാക്കുക. താങ്ക്